പ്രിയമുള്ളവരെ, ചലഞ്ച് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്, ചലഞ്ച് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്, ചലഞ്ച് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം സുപ്രസിദ്ധ സീരിയൽ താരം ഹിമേഷ് കുമാർ തോന്നിവാസങ്ങൾ എന്ന സീരിയലിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ ഹിമേഷ് കുമാർ കൃത്യം 10 മണിക്ക് തന്നെ ഇവിടെ ചെയ്യുന്നതാണ്. ഈ ഉദ്ഘാടന വേദിയിലേക്ക് നിങ്ങളെ ഏവരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും എത്തിച്ചേരണമെന്ന് അപേക്ഷിക്കുകയാണ്. ചേട്ടന്റെ കൂട്ടുകാരനല്ലേ ഹിമേഷ് കുമാർ? നിങ്ങൾ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചല്ലേ? ചേട്ടാ ഇങ്ങോട്ട് വിളിക്കേട്ടാ, നമ്മുടെ വീട്ടിൽ ഇരുത്താൻ ചേട്ടാ. പണ്ടത്തെ അവസ്ഥയല്ല, ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്കൂളിൽ പഠിച്ചാണ്, ഒരു ക്ലാസ്സിലാണ് കിടന്നുറങ്ങിയത്, ഒരു പായിലാണ്. അതൊക്കെ ശരിയാണ്. ഞാൻ കൊണ്ടുവന്ന ചോറിനകത്തുനിന്ന് അതിനകത്തുനിന്ന് മുട്ട എടുത്തിട്ട് അതിന്റെ ഉണ്ണി അവൻ കഴിക്കും, വെള്ളം ഞാൻ കഴിക്കും. ഇതൊക്കെ ഒരു കാലഘട്ടം അതായിരുന്നു. പിന്നെ എന്റെ കാതിലെ കടുക്കൻ ഊരിയിട്ടാണ് അവൻ മദ്രാസിൽ പോയത്, ആദ്യമായിട്ട് പൈസ കൊടുത്തു. അങ്ങനെയൊക്കെയുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും ചേട്ടനെ മറക്കത്തില്ല. ചേട്ടൻ ഒന്ന് വിളിച്ചു നോക്കി. അന്ന് ഹിമേഷ് അല്ല, അന്ന് തങ്കപ്പൻ. ഇന്ന് അവൻ സീരിയൽ നടന്ന ഹിമേഷ്. എന്നാലും ചേട്ടൻ ഒന്ന് വിളിക്കേട്ടാ. ഓട്ടോക്കാരനെ ഞാൻ എങ്ങും എത്തിയിട്ടില്ല, ഞാൻ വിളിച്ചവൻ എടുക്കില്ല. എനിക്ക് ഈ മനുഷ്യനെങ്കിൽ ആ പുള്ളിക്കാരൻ ഇവിടെ കാണാൻ വന്നാൽ ഈ ആൾക്കൂട്ടക്കാരുടെ മുന്നിൽ എനിക്ക് എന്തൊരു വിലയാണെന്നറിയാം. ചേട്ടൻ ഒന്ന് ഫോൺ വിളിക്കും. എനിക്കത് അറിയാം, പക്ഷെ അവൻ എടുത്തില്ലെങ്കിൽ നാണക്കേടായി പോകും. ഞാൻ പറഞ്ഞു വിളിക്ക് ഇങ്ങോട്ട് വരാൻ പറ. വിളിക്കും. ബെല്ലുണ്ടോ? കട്ട് ചെയ്ത്. അയ്യോ കണ്ട ചേട്ടനാന്ന് പുള്ളിക്ക് അറിയത്തില്ല. ചേട്ടൻ ഒന്നും കൂടെ ഒന്ന് വിളിച്ചേ. എന്റെ നമ്പർ അവന്റെ ഇല്ല. ഒന്നുകൂടെ വിളിച്ചേ. ബെല്ലുണ്ട്. കട്ട് ചെയ്ത്. ഓ ചേട്ടന് വിളിക്കാനും അറിയത്തില്ല. ഇങ്ങനെ ഞാൻ വിളിക്കാം. ഹലോ. എടുത്തോ? ഹലോ, ഹിമേഷ് സാറാണോ? അയ്യോ ഞാൻ ഭയങ്കര ആരാധിക. അയ്യോ എനിക്ക് അയ്യോ ഫോൺ എടുത്തോ. സൗണ്ട് അത് തന്നെ. അല്ല ഒന്നുമില്ല, ഞാൻ സീരിയലെല്ലാം കാണാറുണ്ട്. ഭയങ്കര സന്തോഷം. എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല. ശരി ഓക്കെ. സുരേഷിന്റെ ഭാര്യയാണ് വിളിക്കുന്നത്. എനിക്ക് പെട്ടെന്ന് ഒരു വെപ്രാളം കയറിയിട്ട് എനിക്ക് ഒന്നും പറയാൻ തോന്നിയില്ല. നീ അല്ലാത്തയാണോ പറയല്ലോ, നീ ആവശ്യമില്ലാത്ത മക്കളെ നിങ്ങൾ ഇവിടെ നിൽക്കുവാണോ? നമുക്ക് ക്ലബിലേക്ക് പോകണ്ടേ? മുമ്പിൽ പോയി സീറ്റ് പിടിച്ചാലേ ഹിമേഷിനെ അടുത്ത് കാണാൻ പറ്റുള്ളൂ. അവൻ വലിയ നടനായിട്ടൊക്കെ വന്നിരിക്കുമ്പോ ഞാൻ ഇങ്ങനെ തറയിൽ ഇങ്ങനെ ഇരുന്നിട്ട് നോക്കുന്നൊക്കെ. പിന്നെ വെച്ചോണ്ടിരുന്നത് ചേട്ടൻ ഭയങ്കര ഈഗോ. ബാ അമ്മ, നമുക്ക് ബാക്കിയോട് ഒരുങ്ങിട്ട് ഞാനപ്പുറത്ത് കയറിയ കഥ ഓർത്തോണ്ടിരിക്കുക. ഇപ്പൊ തഴമ്പ് നോക്കിയാ കാണൂ. ഹിമേഷ് ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയ എന്റെ വീട്ടിൽ ഹിമേഷ്. പിന്നെ വിളിക്കാന്ന് പറ. ഹിമേഷ്, ഞാനാണ് സുരേഷ്. സുരേഷേ, നീ ഇവിടെയാണോ? എന്റെ വീടാ ഇത്. അതാ ക്ലബ്ബ്. ഞാനപ്പോ ക്ലബിലെ ഒരു പരിപാടിക്ക് വന്നാണേ. നിന്റെ വീടാന്ന് അറിഞ്ഞില്ല. തൊട്ടടുത്തുള്ളൊരു വീടാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറിയതല്ലേ. നീ എന്നെ ഓർത്തല്ലോടാ. ഇത്രയും സ്ഥലത്ത് വന്നപ്പോ നീ എന്നെ ഓർത്തല്ലോ. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഞാൻ വിചാരിച്ചു നീ വലിയ നടനായി വലിയ ഇത്രയും പൊസിഷനിലൊക്കെ എത്തിയപ്പോ നീ എന്നെ മറന്നു കാണുമെന്ന് ഞാൻ വിചാരിച്ചു. സംഭവം എന്താന്ന് വെച്ചാല് ഞാൻ നടനായി അതൊക്കെ ഓക്കെയാണ്. പക്ഷെ നിനക്ക് വേണമെങ്കിൽ എന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കാമായിരുന്നു. എടാ ഞാൻ വന്നിരുന്നു, മദ്രാസിൽ ഞാൻ വന്നിരുന്നു നിന്നെ തിരക്കി. എന്നിട്ട് ഞാൻ അവിടെ എല്ലാം അലഞ്ഞു, ഒരുപാട് എടുത്ത സ്ഥലത്ത് അലഞ്ഞു. സിനിമ ലൊക്കേഷനിലൊക്കെ ഞാൻ വന്നു. അവിടെ എങ്ങും നീയില്ല. അവിടെ പിന്നെ ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഒരു സിനിമയിൽ ഞാൻ വർക്ക് ചെയ്തു. എന്നിട്ട് ആ കൂടെ ആ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്ന പെണ്ണിനെ പരിചയപ്പെട്ടു. ആ പെണ്ണിനെയാണ് ഞാൻ വിവാഹം കഴിച്ചേക്കുന്നത്. എന്റെ ജീവിതം വരെ അതിനുശേഷമാണ് ഞാൻ മദ്രാസിൽ നിന്ന് വന്നത്. പിന്നെ ഇപ്പൊ ഞാൻ ഓട്ടോറിക്ഷ ഒക്കെ ഓടിച്ച് അങ്ങനെ എന്റെ ജീവിതം ഇങ്ങോട്ട് വിളിക്കാൻ പറട്ടെ. ഒരു കാര്യം എന്താണ് അതിനറിയാം നമ്മളെ. ഞാനേ നീ പണ്ട് നീ നടനപ്പോഴാണോ തങ്കപ്പനായിരുന്നു നീ അന്ന്? അല്ല, പിന്നെ നിനക്ക് കണ്ടുപിടിക്കുന്നതിനെന്താ പേര് വിളിക്കല്ലേ. ഞാൻ പറയുന്നു കേൾക്ക്. ഞാൻ ഇന്നലെ ഇച്ചിരി മുളയരി പായസം കുടിച്ചു. അതിന് ശേഷം വയറിന് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ വന്നത് എനിക്കൊന്ന് ടോയ്ലറ്റിൽ വേണം. അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ടോ? ഒന്ന് തന്നാ മതി. എന്റെ ടോയ്ലറ്റ് നീയോ? അതിനെന്നാ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലടാ. അതേപോലെ ടോയ്ലറ്റിൽ ആരാടാ AC കൊണ്ട് വെക്കുന്നത്? അല്ല, നിങ്ങളൊക്കെ വലിയ നടന്മാര്. അങ്ങനെയൊന്നുമില്ല. പോട്ടെ. നമ്മുടെ വീട്ടിൽ എന്റെ പൊന്നു മോനെ, നിന്റെ സീരിയല് കാണാൻ വേണ്ടി ഇവിടെ വിളക്ക് കത്തിക്കത്തില്ല. സന്ധ്യയാകുമ്പോ ഞാനും കൂടെ കുത്തിയിരിപ്പോ. ഞാനൊന്ന് പറയട്ടെ. നമുക്ക് ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് സംസാരിക്കാം, ഫോട്ടോ എടുക്കാം, എല്ലാം ഉണ്ട്. എന്നാലും ഞാനിവിടെ ഉണ്ടല്ലോ. പക്ഷേ എനിക്ക് സന്തോഷം. എന്റെ പൊന്നോനെ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടടാ, നീ 10-20 മാസമായില്ലേടാ നിന്റെ
ആ പെങ്കൊച്ച് ഗർഭിണിയായിട്ട് അതിന്റെ ഒപ്പം ഗർഭിണിയായ പെണ്ണിന്റെ കൊച്ചു നീന്തി അടക്കുവാടാ, അതെന്ന് പ്രസവിക്കുവാടാ. അമ്മേ, അതൊക്കെ സീരിയൽ. എനിക്ക് പൊതുവായിട്ട് ഞാൻ അഭിനയിക്കുന്നല്ലാതെ ഹിമേഷിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. മക്കളെ എന്തോ പ്രശ്നം ഉണ്ടല്ലോ അമ്മച്ചിയോട് പറ. അതെ അതെ, ഒരു മിനിറ്റ്. പുള്ളി വന്നപ്പോ തൊട്ട് പറയാം, അത് പുള്ളിക്കൊരു ഗുണാപ്ലിക്കേഷൻ വൈറ്റിൽ പറഞ്ഞില്ലേ? അപ്പം അതുകൊണ്ട് അത് തന്നെ പുള്ളിക്ക് ടോയ്ലറ്റ് ഒന്ന് പോകണം. അപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങോട്ട് പോവാം. ഞാൻ മൈക്കുമായിട്ട് നടന്ന് പറമ്പിൽ കൂടെ മുഴുവൻ അനൗൺസ് ചെയ്തോണ്ടിരിക്കുക. കുഴപ്പമില്ലല്ലോ, ഡീൽ ചെയ്ത് കഴിയുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാനിങ്ങ് വന്നോളാം. മാറ്റിയിട്ട് ഞാൻ വിട്ടു. അത് വിട്ടേക്കണം. ചലഞ്ച് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഉദ്ഘാടനത്തിന് എത്തിയിരിക്കുന്ന ഹിമേഷ് കുമാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. എല്ലാരും കാണാം, എല്ലാവരുടെ പരിചയപ്പെടാം, എല്ലാവരുടെ ഫോട്ടോ എടുക്കാം. പ്ലീസ്, ഞാൻ ഇവനോട് പേഴ്സണൽ ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ട് വരാം. ഞങ്ങളുടെ സ്വന്തം ഹിമേഷ് ചേട്ടൻ അല്ലേ? അവരോട് ഒരു വീഡിയോ ഒന്ന് എടുത്തിട്ട് ഇത് കഴിഞ്ഞിട്ട് പോരെ? ഒന്ന് എടുത്തിട്ട് അനക്കല്ലേ. നല്ല പ്രായം തോന്നി. സാറേ എന്താണ് റീൽസ് ആയത്? ഏതെങ്കിലും പാട്ടിട്ട് ഞാൻ ഒന്ന് പേഴ്സണലായിട്ട് സംസാരിച്ചോട്ടെ പ്ലീസ്. പോകും താഴോട്ട്. ഞാൻ ഇതിനകത്ത് അവര് പോയല്ലോ അല്ലേ? അയ്യോ, ലോക്കാണോ? ഇതെന്താടാ, എന്നെ എവിടെയാണോ കൊണ്ട് വെച്ചിരിക്കുന്നത്? അല്ലടാ, നിന്നോടുള്ള ആരാധന വെച്ചിട്ടേ അതിനകത്തിരിക്കുമ്പോഴും നിന്നെ കാണാലോ. അതിന് ബാത്റൂമിൽ ആരെങ്കിലും കൊണ്ട് വെക്കോടാ. നിന്റെ ശൗചാലയത്തിന്റെ അംബാസിഡർ ആണോ ഞാൻ? അറിയില്ല, എന്തെങ്കിലും ആട്ടെ. ഓക്കെ, അവരോടൊന്നും പറഞ്ഞേക്കരുത്. ഇല്ല, ഒരു കാരണവശാലും ഞാൻ പറയത്തില്ല, രഹസ്യമായിരിക്കും. ഓക്കെ 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 ഓക്കെ. എന്റെ ഒരു ഭാഗ്യം കേട്ടോ നീ എന്റെ കക്കൂസി. സിഗരറ്റോ എന്തെങ്കിലും വേണോടാ? ഒന്നും വേണ്ട, നീ ഒന്ന് പോയാ മതി. എടാ, അതിനകത്തേ ഫാനൊന്നും ഇല്ല കേട്ടോ. സാരമില്ല. എടാ, ഫ്രിഡ്ജിനകത്ത് തണുത്ത വെള്ളം ഇരിപ്പുണ്ട്. തണുത്ത വെള്ളം വല്ല ശീലം ഉണ്ടോ നിനക്ക്? ഒക്കെ ഞാൻ വന്നിട്ട് കുടിച്ചോളാം. നീ ഒന്ന് നിന്റെ ഫ്രണ്ടിൽ നിന്ന് പോയേ. ടിഷ്യൂ പേപ്പറോ മറ്റോ? നീ ഒന്ന് പോയേ. ആരോടാ ഞാൻ പറയുന്നു? നീ അങ്ങോട്ട് പോ, പറയാം. അതെ, അവര് പോയോ? ഇടി, ഇവിടെ ആരും ഇല്ല. എന്താ? ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ? ഇതിന്റെ അകത്ത് വെള്ളമില്ല. വെള്ളമില്ലേ? വെള്ളമില്ല, ഒട്ടും പോലും ഒരു തരി പോലും ഇല്ല. എങ്ങനെയാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ. എന്നെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നീ പോയി വെള്ളം കൊടുത്തിട്ട് ചെല്ലു. അതിനകത്തുണ്ടെന്ന് കാലി ബക്കറ്റാ. സുഭാഷേ, എന്താണ് എന്റെ പുള്ളി പോയോ? അയ്യോ, എന്തേ? ആണോ? അമ്മേ, എന്താ വടി? വന്നേ, അവളുമാരെ കൂടെ വിളിച്ചു. ഇവിടേക്ക് വന്നേടി. എന്ത് പഠിച്ചിരിക്കുന്നു? എന്തുവാ? അയ്യോ, ഞങ്ങൾ അറിഞ്ഞു. നാളെ ഒന്നും വേണ്ട, ഇങ്ങനെ ഇറങ്ങി വാ. പാട സുരേഷ്, പാട.
ഒരു ചെറിയൊരു ആശ്വാസം. അത് ഇന്നലെ ഞാൻ ഇച്ചിരി മുളയരി പായസം കുടിച്ചേ, അതുകൊണ്ട് വയറിന് പെട്ടെന്ന് ഒരു ഇതായി. അതാ കുഴപ്പമായ. ഞാൻ ഇച്ചിരി ചക്കക്കുരും പായസം അങ്ങ് എടുത്തു തരാം. വേണ്ട വേണ്ട വേണ്ട, ഒന്നും വേണ്ട. എന്തായാലും വന്നതും നിങ്ങളൊക്കെ കണ്ടതിൽ വളരെയധികം സന്തോഷം. നിങ്ങൾ ഇത്രയും പേരെ അറിയാവുള്ളൂ. അല്ല, എനിക്ക് നാണക്കേടാ. എന്റെ സീരിയലിന്റെ റേറ്റിംഗ് തന്നെ കുറച്ച് പോകും. ആരോടും ഇത് പറയരുത്, ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഞങ്ങൾ ആരോട് 1 2 3 4 5 6 പേരെ ചെവിക്കകത്ത് ഇത് വന്നിട്ടുള്ളൂ. ഇനി അപ്പുറത്തോട്ട് ഒരാൾ അറിയത്തില്ല. നിങ്ങളുടെ റേറ്റിംഗിനെ ബാധിക്കും. അതെ അതെ, അതായത് എനിക്കൊരു പേടിയുണ്ട്. അതിന് പെണ്ണുങ്ങളാണ് എവിടെ നടത്തി എന്തും പറഞ്ഞു കളയും. അതാണ്. അപ്പൊ എന്തായാലും പറയാതിരിക്കുക. ആരോടും പറയില്ല കേട്ടോ. നീ okay ആണല്ലോ? ഞാൻ ഓക്കെയാണ്. എന്നാ പിന്നെ ഞാൻ എന്നാ അങ്ങോട്ട് പോട്ടെ ഉദ്ഘാടനത്തിന്. ധൈര്യമായിട്ട് പോ. ഓ ആയിക്കോട്ടെ. ഒരു മിനിറ്റ്, ഒന്ന് കയറിയിട്ട് പറ്റേ. എന്തുവാടാ നീ കഴിച്ചത്? ഞാൻ പറഞ്ഞില്ലേ ആ മറ്റേ അരിയുടെ പായസം. ഞാനിപ്പോ വരാം. ദൈവത്തെ ഓർത്ത് ഇതെങ്ങും പോയി പറയരുത് കേട്ടോ. പറ നിങ്ങൾ. പ്രിയമുള്ളവരെ, ചലഞ്ച് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രിയപ്പെട്ട ആരാധകരെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഹിമേഷ് കുമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കൃത്യം 10 മണിക്ക് തന്നെ നമ്മുടെ ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഹിമേഷ് കുമാർ നടത്തുന്നതാണ്. നിങ്ങളുടെ ഏവരുടെയും അനുഗ്രഹ ആശംസകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഹിമേഷ് കുമാർ ഇവിടെ എത്തിച്ചേർന്ന വിവരം സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. ആദ്യം കൊണ്ടുവന്ന വെള്ളം തീർന്നു, ഇച്ചിരി കൂടെ വെള്ളം വേണം. എടാ, ഇനി അവിടെ വെള്ളമില്ല. ഉള്ള വെള്ളത്തിൽ അഡ്ജസ്റ്റ് ചെയ്യും. ഇനി വെള്ളമില്ല, ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങും. ഒന്നിറങ്ങി വാടാ. എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. ഈ പെണ്ണുങ്ങൾ ചലഞ്ച് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഉദ്ഘാടനത്തിനെത്തിയ ഹിമേഷ് കുമാർ ഇതാ നമ്മുടെ മുമ്പിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കടന്നു വരുന്നതാണ്. 10 മണിക്ക് തന്നെ ഉദ്ഘാടനം നടക്കുന്നതാണ്. അതെ, എന്താണെന്നറിയോ, ഞാൻ പറഞ്ഞില്ലേ 10 മണി. 10 മണി ഞാൻ 1 മിനിറ്റ് കൂടെ ഉള്ളൂ. എന്നാ അനൗൺസ് ചെയ്യ്. അല്ല, ഹിമേഷ് കുമാറിന്റെ ഹിമേഷ് കുമാർ ഇതിനകത്തുണ്ടെന്ന് ഇറങ്ങുന്നില്ലേ? ഇപ്പൊ വരും. ഹിമേഷ് ഇറങ്ങുമോ? എന്നാ സമയമായെന്ന്. വെള്ളമില്ലെന്ന് ഇതിന്റെ അകത്ത്. ഉള്ള വെള്ളത്തിൽ അഡ്ജസ്റ്റ് അതെ, ചെയ്തേ. ടിഷ്യൂ പേപ്പർ തരട്ടെ. ഞാൻ അതിന് പൗഡർ പൊതിയാനല്ലേ ചോദിച്ചത്. എന്നാ ചെയ്യും? 10 മണിക്കെന്ന് ഞാൻ പറഞ്ഞ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തിയേക്കുക. പ്രിയപ്പെട്ട ചലഞ്ച് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രിയ ആരാധകരെ, നമ്മുടെ പ്രിയപ്പെട്ട ഹിമേഷ് കുമാർ ഇവിടെ എത്തിച്ചേർന്നുവെങ്കിലും സ്റ്റേജിൽ വെച്ച് അദ്ദേഹം ഒരു മുളയരി പായസം കഴിച്ചത് മൂലം അദ്ദേഹത്തിന് വയറിളക്കമാണ്. നമ്മുടെ ഓട്ടോ സുരേഷിന്റെ വീട്ടിലെ കക്കൂസിലുണ്ട് അദ്ദേഹം. അദ്ദേഹം എത്തിയാൽ ഉടൻ തന്നെ ഉദ്ഘാടനം ഇവിടെ നടക്കുന്നതാണ്. എല്ലാവരും എത്തിച്ചേരുക. ഹിമേഷ്, നീ എന്തുവാടാ പറഞ്ഞത്? ഈ നിൽക്കുന്ന 6 പേരെ അറിയുള്ളൂന്നല്ലേ? ഇപ്പൊ ഈ നാട് മൊത്തം അനൗൺസ് ചെയ്ത് അറിയത്തില്ലടാ. എനിക്ക് ജീവനോടെ അവരുടെ മുമ്പിൽ ഇറങ്ങി നടക്കാൻ പറ്റൂ? നാറികളെ. Comedy Masters.